അതുകൊണ്ട് തന്നെ അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ വേണ്ട വിധം നടത്തുന്നുണ്ട്. അതെന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് കൂടി പങ്കുവെച്ച് ആ വിഷയങ്ങളൊക്കെ ഒന്നുകൂടി നമ്മളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ എന്നതുകൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ വിശദീകരണ പരിപാടി. അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ഇത്ര വല്ലാതെ വിശദീകരിക്കാനൊന്നുമില്ല. സംസാരിക്കുമ്പോൾ പിന്നെ ഒന്നുണ്ട്, 2 ദിവസമായിട്ട് എനിക്ക് പനി കേട്ടോ. ഈ വിഷയം പറഞ്ഞപ്പോൾ അതിന് പറ്റ വാടിക്കണ്, ഒച്ച അങ്ങനെ പോയിക്കണമെന്നും പറയേണ്ടത്. 2-3 ദിവസമായിട്ട് എനിക്ക് പനിയാണ്. ഞാൻ പനിന്റെ ഗുളി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ക്ഷീണം എന്റെ മുഖത്തുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പ്രസംഗിച്ച് അവിടെ പറഞ്ഞു പറഞ്ഞിട്ടുള്ള ഒന്നും ഒരു വേവലാതിയില്ല. അതൊക്കെ കേട്ട് ചിന്തിക്കും വേണ്ട. ശരിയായ പ്രസംഗമാണെന്നതിന് തെളിവ് നമ്മൾ നോക്കി. നമ്മളത്തെ കോഴിക്കോട് പ്രസംഗത്തിൽ പറഞ്ഞിരുന്ന പോയിന്റുകൾ എന്താണ്? ആ പോയിന്റിലേക്ക് ഞാൻ വരാം. അതിൽ നമ്മൾ 3 വിഭാഗത്തെയാണ് ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, മതമില്ലാത്ത മതചിന്തയില്ലാത്ത സാംസ്കാരികർ, ഒരാണൊരു അഭിപ്രായക്കാർ, വിവാഹത്തിലിട്ടവർ. മറ്റൊരു കൂട്ടരെ നമ്മൾ പറഞ്ഞത് ബിദഅത്തുകാർ, വഹാബികൾ. വേറൊരു കൂട്ടരാണ് സുന്നികൾ. ഇങ്ങനെ 3 കൂട്ടരല്ലേ നമ്മൾ അവതരിപ്പിച്ചത്. അതിൽ വഹാബികളെ നമ്മൾ അങ്ങനെ എന്ന് കൈകാര്യം ചെയ്തത് എങ്ങനെയാ? അന്ന് കൈകാര്യം ചെയ്തത് തബറുക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിൽ മറഞ്ഞ വഴിക്കുള്ള ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഇടപാടാണ്. അതുകൊണ്ട് അത് ശിർക്കാകുന്നു, അത് ശരിയല്ല, ഒരു വസ്തുവിലും അങ്ങനത്തെ ഒരു ബർക്കത്തൊന്നുമില്ല എന്ന വഹാബിസത്തിന്റെ വാദമാണ് നമ്മൾ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ വാസ്തവത്തിൽ ആ പ്രസംഗം ഉണ്ടാക്കിയതും ആ പ്രസംഗത്തിനെ പ്രേരിപ്പിക്കുന്ന നിലപാടും എന്തായിരുന്നു? കേരളത്തിലെ വഹാബികളെയാണ് നമ്മൾ അന്ന് ഉദ്ധരിച്ചത്. കേരളത്തിലെ വഹാബികളുടെ നിലവാരം പെട്ടെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കൊക്കെ മനസ്സിലാക്കാം. തബറുക്കും ബർക്കത്തൊടുക്കലൊന്നും പുണ്യല്ല എന്ന് മാത്രമല്ല, ശിർക്കാകും ബിദ്അത്താകും എന്ന് വാദിക്കുന്നവരാണ്. ബി ബറക്കത്തി ഫുലാൻ എന്ന് ദുആയിൽ പറഞ്ഞാൽ പോലും ബിദ്അത്താണ് എന്ന് പറയുന്നവരാണ് വഹാബികള്. അതിനെന്താ കാരണം? ബി ബറക്കത്തി ഫുലാനിൻ എന്ന് ബറക്കത്ത്, അങ്ങനത്തെ ഒരു ബറക്കത്തിന്റെ പദം തവസ്സുലിൽ വന്നിട്ടില്ല എന്ന് അവർ പറയാം. ഉള്ളിലെ കള്ളി എന്താ? ബർക്കത്ത് എന്ന് പറയുമ്പോൾ മറിഞ്ഞ നിൽക്കുള്ളൊരു സംഗതിയാണല്ലോ. ബർക്കത്ത് എന്ന് നമ്മൾ പറയുന്നത് ഒരു മറിഞ്ഞ സംഗതിയാണല്ലോ, യുക്തിതിരിയാത്ത. അത് ഏതെങ്കിലും മുടിയിലോ വസ്ത്രത്തിലോ വസ്തുക്കളിലോ വെച്ചാല് അപ്പം മറഞ്ഞ വഴിക്കുള്ള ഗുണപ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഈജിപ്ഷ്യൻ ത്രിമൂർത്തികൾ മുഹമ്മദ് അബ്ദു, അതേപോലെ തന്റെ ശിഷ്യൻ റഷീദുരിള, അതേപോലെ അവരുടെ ഗുരുവര്യൻ ജമാലുദ്ദീൻ അഫ്ഗാനി, ഈ 3 ത്രിമൂർത്തികളുടെ വഹാബിസ് ആണല്ലോ നമ്മുടെ നാട്ടിലെ വഹാബിസം. ഈ വഹാബിസത്തിന്റെ ശീലും രീതി ഇതാണ്. അത് വെച്ചാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷെ ആ സംസാരിക്കുന്ന സമയത്ത് മനസ്സു നിറയെ എന്തായിരുന്നു? ഇവിടെ വഹാബികൾ പുറത്തുവിടാത്ത ചിന്ത. അതായത് അവരുടെ ആശയസ്രോതസ്സായ ഇബ്നു തീമിയയുടെ തബറുക്ക് സംബന്ധിച്ചുള്ള നിലപാട്. ഇതായിരുന്നു എന്റെ മനസ്സിൽ നിറയെ. അങ്ങോട്ടാണ് ഈക്കക്കാരുടെ പ്രസംഗം മുഴുവൻ പോകുന്നത്. ഇതായിരുന്നു മനസ്സിലെ ബേജാറ്. ഈ ചിന്ത കൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടാനും ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രസംഗിക്കാനും കാരണം നാളെ ഇബ്നു തീമിയയുടെ ഈ നിലപാട് ഇന്നിപ്പോ ഇവിടുത്തെ വഹാബികൾക്ക് അറിയില്ലെങ്കിലും നാളെ ഇബ്നു തീമിയയുടെ ഈ നിലപാട് വായിച്ചിട്ട് അവിടേക്ക് സുന്നികളുടെ പ്രസംഗത്തെ അവർ എടുത്തുദ്ധരിക്കും എന്ന ന്യായമായ പേടിയായിരുന്നു യഥാർത്ഥത്തിൽ ആ പ്രസംഗത്തിന്റെ അകത്തെ വിചാരം. ഈ പ്രേരകമായ വിഷയം അക്ഷരാർത്ഥത്തിൽ തന്നെ ഇബ്നു തീമിയയുടെ വാദം അങ്ങനെ തന്നെ ഇപ്പൊ ഔദ്യോഗിക മുജാഹിദ് അവരുടെ നയം ഇതാണ് എന്നും പറഞ്ഞിട്ട് ലേഖനം എഴുതി. ഞാനത് തെളിയിക്കാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. എന്താ ഇബ്നു തീമിയ പറയുന്നത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇബ്നു തീമിയ പറയുന്നത് ഈ വിഷയത്തിൽ എന്താണ്? ബർക്കത്തില്ലാന്നല്ല, ബർക്കത്തെടുത്തുകൂടാന്നും അല്ല. ബർക്കത്തെടുക്കുക എന്നത് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിനും നിവേദനം ചെയ്തിട്ടുള്ള ഹദീസുകളെല്ലാം സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടി നബി തങ്ങൾ തന്നെ വിതരണം ചെയ്യാൻ നിർദ്ദേശിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുള്ളതുമാണ്. നബി തങ്ങളുടെ വിയർപ്പ് ഉമ്മു സലമ ബീവി, ഉമ്മു സലീം ബീവി ഒക്കെ ഉപയോഗിക്കുന്നതും എടുക്കുന്നതും അള്ളാഹുവിന്റെ റസൂൽ തന്നെ അറിഞ്ഞതും അംഗീകരിച്ചിട്ടുള്ളതും അതിനെ നബി തങ്ങൾ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തബറുക്ക് ശറഇൽ അംഗീകൃതമായ രീതി തന്നെയാണ്. തബറുക്ക് എടുക്കുന്ന വസ്തുക്കൾക്ക് ബർക്കത്തും ഉണ്ട്, ബർക്കത്തിന് കേസില്ല. അപ്പൊ ബർക്കത്തും തബറുക്കും അംഗീകരിക്കുന്ന ആളാണ് ഇബ്നു തീമിയ. തബറുക്കും ബർക്കത്തും അംഗീകരിക്കുമ്പോൾ തന്നെ ഇബ്നു തീമിയ പറയുന്നത് ആ ബർക്കത്തുള്ള വസ്തുക്കൾ പക്ഷേ അന്ന് കഴിഞ്ഞുപോയി. ഇന്ന് ലോകത്ത് ഒരിടത്തും നബിയുടെ അസറുകൾ എന്ന പേരിൽ സ്വഹീഹായ സനദ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരസറും ഇല്ല. അതുകൊണ്ട് തന്നെ
തബറുക്കിന്റെയും ബറക്കത്തിന്റെയും പേരിൽ ഇന്ന് നടക്കുന്ന ഒന്നും നിയമപരമല്ല, നിയമവിധേയമല്ല, ഒരസറും സനതുള്ളതില്ല എന്നാണ് ഇബ്നു തൈമിയ്യയുടെ ഈ വിഷയകമായിട്ടുള്ള നിലപാട്. ഇത് സാധാരണ നമ്മുടെ വഹാബികൾ, നാട്ടിലെ വഹാബികൾ പറയുന്ന നിലപാടല്ല. ഒന്നുകൂടി ശ്രദ്ധിക്കണം നിങ്ങൾ. ബറക്കത്തും തബറുക്കും ശറഇൽ അംഗീകൃതമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടി ബറക്കത്തെടുക്കുവാൻ വേണ്ടി നബി തന്നെ വിതരണം ചെയ്യാൻ പറഞ്ഞതാണ്. നബിയുടെ വസ്ത്രങ്ങളോ നബിയുടെ പാദങ്ങളോ നബിയുടെ നഖങ്ങളോ നബിയുടെ ആസാറുകളോ ഏത് തിരുശേഷിപ്പുകൾ കിട്ടിയാലും അതിലൊക്കെ ബറക്കത്തുണ്ട്. പക്ഷെ ഇന്ന് ലോകത്ത് കാണുന്ന ഒന്നിലും സെനതോടുകൂടെ ബറക്കത്തെടുക്കാൻ പറ്റിയ ഒരാസാറും ഇല്ല എന്ന വാദമാണ് ഇബ്നു തൈമിയ്യക്ക്. ഇബ്നു തൈമിയ്യയുടെ അതേ നിലപാടാണ് സലഫി വഹാബികളിൽ വിവരമുള്ളവർക്കൊക്കെ. അത് നിങ്ങൾ പഠിച്ചാൽ തിരിയും, വായിച്ചാൽ മനസ്സിലാവും. അവസാനത്തെ ആൾ അവരിൽ മുഹദ്ദിസായി അറിയപ്പെടുന്ന ആള് നാസുറുദ്ദീൻ അൽബാനിയാണല്ലോ. നാസുറുദ്ദീൻ അൽബാനി തന്റെ സ്വഹീഹായ സനദുകളും ഹദീസുകളും വിവരിക്കുന്ന സിൽസിലയിൽ അദ്ദേഹം തബറുക്കിന്റെ ഹദീസുകളും മിനായിൽ നബി വിതരണം ചെയ്ത മുടിയുടെയും അതുകൊണ്ട് ബർക്കത്തിരിക്കുന്ന ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചിട്ട് ഇതൊക്കെ സ്വഹീഹാണ് എന്ന് കുറിച്ചിട്ട് അപ്പോഴും അദ്ദേഹം പറയുന്നത്, പക്ഷേ ഇന്ന് ഈ സ്വഹീഹായ നിലയിൽ ബർക്കത്തെടുക്കാൻ പറ്റുന്ന ആസാറ് നബവിയ, നബിയിലേക്ക് ചേർക്കപ്പെടുന്ന തിരുശേഷിപ്പുകൾ ഒന്നും സനദോടുകൂടെ ഇല്ല എന്നാണ് ആര് പറയുന്നത്? നാസുറുദ്ദീൻ അൽബാനിയും പറയുന്നത്. നാസുറുദ്ദീൻ അൽബാനിയും ഇബ്നു തൈമിയ്യയും പറയുന്ന ഈ നിലപാടിലേക്കല്ലേ ബർക്കത്തെടുക്കപ്പെടുന്ന തിരുമുടിയാണോ സനദ് വേണം, ദീനാണ് വിഷയം, തബറുക്കാണ് വിഷയം, തബറുക്കിന് സനദ് വേണം, തബറുക്ക് എന്നത് ദീനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു മുഖദ്ദിമ കൂട്ടിക്കൊടുത്താണ്. അതാ രസം. ദീനാണ് വിഷയം, അതിന് സനദ് വേണമെന്ന് പറഞ്ഞിട്ട് ഓൽക്കന്നെ ശരിയ ഇടയാട്ടം. അതിന്റെ ഇടയിൽ പറഞ്ഞിട്ട് കൂട്ടിക്കൊടുക്ക തബറുക്കല്ലേ, തബറുക്ക് ദീനാണല്ലോ, ഇടയിൽ കൂട്ടിക്കൊടുക്കുന്നത് തബറുക്ക് ദീനാണല്ലോ, അതുകൊണ്ട് ദീനീ വിഷയത്തിന് ദീനിന് സനദ് വേണം, അപ്പൊ തബറുക്കിന് സനദ് വേണം. അങ്ങനെ തബറുക്കിന് സനദ് വേണം എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ്യയുടെ വാദത്തിലേക്കല്ലേ ഈ വാദം ചെന്നെത്തുന്നത്? നാസുറുദ്ദീൻ അൽബാനിയുടെ നിലപാടിലേക്കല്ലേ ഈ വാദം ചെന്നെത്തുക? പിന്നെ ലത്തീഫിയയുടെ മുടിയാവട്ടെ, കാശ്മീരിലെ മുടിയാവട്ടെ, മറ്റേത് രാജ്യത്തെ മുടിയാവട്ടെ, അള്ളാന്റെ റസൂലിന്റെ മുടികൾ തിരുമുടികളായിട്ടുള്ളതൊന്നും സനദുള്ളതല്ല, ബർക്കത്തെടുക്കാൻ പറ്റൂല എന്നുള്ള ഇബ്നു തൈമിയ്യയുടെ ആ വാദം പിന്നീട് പരക്കാൻ ഇനി വേറെ വല്ലതും വേണോ? ഇതാണ് ഈ സനദ് വിവാദത്തിൽ ഇടപെടാഞ്ഞാൽ അപകടമുണ്ടാകും എന്ന് നമ്മെ നിർബന്ധമായും ചിന്തിപ്പിച്ചത്. തീർച്ചയായും ഈ പോയിന്റായിരുന്നു ഏറ്റവും അപകടകരം. ബാക്കിയുള്ളതൊക്കെ രസത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, കുറെ അബദ്ധങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രം. പരമപ്രധാനമായ വിഷയം ഇബ്നു തൈമിയ്യയുടെ ഈ വിദഅത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ സുന്നി ഉലമാക്കളുടെ സംസാരങ്ങൾ വലിഞ്ഞു കയറുന്നു. നാളെ വഹാബികൾ ഇത് ഉപയോഗിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് തൊട്ടടുത്ത ശേഷം വന്ന കുറെ നോട്ടീസുകൾ. എന്റെ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ടവർ, ഒരു പ്രസംഗം നടന്നാൽ ആ പ്രസംഗത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. മനുഷ്യനൊക്കെ അഭിപ്രായമുള്ളവരല്ലേ ചിന്തിക്കാൻ കഴിവുള്ളൂ. ഒരാളുടെ വരച്ച വഴിക്ക് ഇങ്ങനെ എല്ലാവരും പോകണമെന്ന് പറഞ്ഞാൽ അത് ദുന്യാവിൽ നടക്കാൻ പോണ വിഷയമല്ലല്ലോ. ഏത് മനുഷ്യന്മാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നമ്മളെ കോഴിക്കോട് പ്രസംഗത്തെക്കുറിച്ചും ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതിപ്പോ ബാൻഡീനില വേണം, ബാൻഡീനില വേണം, രണ്ട് അഭിപ്രായം ഉണ്ടാവും. ബാൻഡീനിലാണ് അഭിപ്രായമുള്ളവരുണ്ടാവും. തീർച്ചയായും അത് സ്വാഭാവികമാണെന്ന് മാനിക്കേണ്ടതാണ് നമ്മൾ. കാരണം എന്താണ് അവർ ചിന്തിക്കുന്നത്? ആ പ്രസംഗം കൊണ്ട് ഉണ്ടായി തീർന്നത് എന്താണ് എന്നാ അവർ നോക്കണേ. സംഘടനക്ക് നേട്ടാണോ കോട്ടാണോ, നമ്മളെ മൂല്യന്മാർക്ക് ഉപകാരമാണോ കുറവാണോ, ഇത് ചിന്തിക്കാണ്. അപ്പൊ കോട്ടം തോന്നുമ്പോ അത് വേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിലാവും. നേട്ടം കണ്ടില്ല എന്ന് കണ്ടാ വേണ്ടിയിരുന്നില്ല. വേറെയും ചിന്തിക്കാം, നേട്ടവും കോട്ടവും തമ്മിൽ വെച്ചു നോക്കുക. എന്നിട്ട് നേട്ടത്തെക്കാൾ അപകടകരമായിട്ട് കോട്ട കണ്ടു നിൽക്കുക. എന്നാലും വേഗം മനസ്സിൽ ഓടിയെത്താ വേണ്ടായിരുന്നല്ലേ, കോട്ടാണല്ലോ അധികം. ഇനി കോട്ടോ നേട്ടോ ഈക്വല എന്ന് വെച്ചോളി, എന്നാലും അപ്പം വേണ്ടായിരുന്നു തന്നെ തോന്നുക. കാരണം കോട്ടത്തെ ദറുൽ മഫാസിദാണല്ലോ ജൽബുൽ മസാലിഹിനേക്കാളും മുന്തിക്കേണ്ടത്. അത് ചിന്തിച്ചാൽ കോട്ടം തന്നെയാ കാണുക എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടായിരുന്നു തന്നെയാ തോന്നുക. വേണ്ടായിരുന്നു തോന്നാം, അത് ന്യായമാണ്. വേണമെന്ന് തോന്നുന്നവർക്കും തോന്നാം. പക്ഷെ ആ പ്രസംഗം നടത്തിയിട്ടുള്ളത് ഈ ഉള്ളവനാണ്. അത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് SYF കേന്ദ്ര സമിതിയാണ്. കേന്ദ്ര സമിതിയിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയിലെ മുശാവറ അംഗങ്ങളാണ്. പോരാ, അതിന്റെ ഒരു സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ.
അതിന്റെ മറ്റൊരു സെക്രട്ടറിയാണ് ഇപ്പോ ഈ ഉള്ളവനും. അപ്പൊ 2 സെക്രട്ടറിമാരടങ്ങുന്ന ഒരു കേരള സംസ്ഥാന ജമിയത്തുലുമായുടെ മുശാവറ അംഗങ്ങൾ കൂടി ചേർന്ന് കേന്ദ്ര സമിതി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിന് പ്രചോദകമായിട്ട് എന്താണ് പിന്നിലെന്നൊന്ന് ചിന്തിക്കണമല്ലോ. ആ ചിന്തയാണ് ഞാൻ പറയുന്നത്. ഈ വിഷയം ഇങ്ങനെ പോയാൽ ഇബ്നു തൈമിയ്യയുടെ വാദത്തിലേക്ക് എത്തും. തിരുമുടി വിഷയത്തിൽ തന്നെ. തിരുമുടി വിഷയം മാറ്റിവെച്ചാൽ വേറെ പല വിഷയങ്ങൾ കയ്യിലേറപ്പുണ്ട്. എന്താ ദീനാണ് സനത് വേണം, ദീനാണ് സനത് വേണം എന്ന് പറഞ്ഞാൽ പിന്നെന്താ പറയാ? നമ്മൾ കോഴിക്കോട് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സനദില്ലാതെ അല്ലേ. അതിന്റെ ആ സനത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ടു മുമ്പ് നടന്ന പ്രസംഗത്തിൽ പോലും അന്നത്തെ സമസ്തയുടെ സാണ്ടിയന്മാരല്ല, സമസ്തയുടെ അന്നത്തെ പ്രസംഗകന്മാര് അന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ എന്താണ്? ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ ഇൽമ് ഇത് ദീനാണ്, അതുകൊണ്ട് ആരെയും പഠിക്കുന്നത് എന്ന് നോക്കണം എന്ന ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് സനദ് വേണോ എന്ന ഭാഗത്തെ ന്യായീകരിച്ചിരുന്നത്. അപ്പൊ ഇൽമിന് സനദ് വേണം എന്നല്ലേ പറയുന്നത്? അതാണല്ലോ മർമ്മപ്രധാനോ, ഇൽമിന് സനദ് വേണോന്ന്. ഇൽമിന് സനദ് വേണോ എന്നും കൂടി ഇവിടെ വാദമാക്കിയിട്ട് കൊണ്ടുവന്നാൽ മുത്തഫരിദ് സനദില്ലെങ്കിൽ കേൾക്കാൻ പറ്റൂല, നൂറുൽ അബ്സാർ സനദില്ലെങ്കിൽ കേൾക്കാൻ പറ്റൂല എന്നല്ലേ ഇവിടെ പറഞ്ഞു വരിക. നമ്മളെ പഴയകാലത്തെ ഉലമാക്കൾ ആരും തന്നെ അവരുടെ ഗ്രന്ഥങ്ങൾക്കോ രചനകൾക്കോ അവരുടെ സനദ് വിവരിക്കാറില്ല. ഞാനാണ് ഉണ്ടാക്കിയത് എന്ന് പോലും ആരും കുറിക്കാറില്ല. വളരെ കുറഞ്ഞ ആളുകളെ കുറിക്കാറുള്ളൂ. മുത്തഫരിദ് ആരാ ഉണ്ടാക്കിയത് നമുക്ക് തിരിയോ? ആർക്കും തിരിയോ? പത്തിത്താബിൽ മുത്തഫരിദാണല്ലോ ആദ്യം ദർസ് പോയ ആരുണ്ടാക്കിയത്? ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ എഴുതുന്നുണ്ട്, ഇന്നയാളാണ് ഇതാക്കിയത്. പക്ഷെ അതൊന്നും സാബിത്തായ സനദാവൂല. കിട്ടിയാല് എവിടെ എത്തിയെന്ന് സാബിത്തായ സനദാവൂല. കാരണം ഈ മുടി വിഷയത്തിലെ സനദ് പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, സനദ് ഉണ്ടായാൽ മാത്രം പോരാ, അതിന്റെ പരമ്പരയിലെ ഓരോ കണ്ണിയിലും ഞങ്ങൾ പരിശോധിച്ചിട്ട് അത് സ്വഹീഹാണ്, പ്രബലമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്നെ എടുക്കുള്ളൂ എന്ന് ഇതി പറയുമ്പോ മുത്തഫരിദിന്റെ കർത്താവിന്റെ ആ സനദിലും വേണ്ടി ഒരു നോട്ടം. അത് നമ്മൾ നൂറുൽ അബ്സാറിൽ നോക്കിയാല് ഞാൻ അതൊക്കെ ഇരിക്കട്ടെ, 40 ഹദീസ് ഉണ്ടല്ലോ അതില്, ഒരു 40 ഹദീസ് തന്നെ. ആ ഹദീസിന്റെ സനദുണ്ടോ അതില്? കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഇഹ്യക്ക് പോകും. ഇഹ്യയിലെ ഹദീസിന് എവിടെയാ സനദ്? അപൂർവം ചിലതിൽ മുഖരിജുകളെ പറഞ്ഞിട്ടുണ്ടാകും, റവാഹു ഫുലാൻ. എന്നാ പിന്നെ അവിടെ മൗസൂഖായ കിതാബാണ് എന്നുള്ളത് ഉണ്ട് എന്നൊക്കെ. അതും പറയാതെ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണുന്നത് എത്ര ഉണ്ടേല്? ഹാഫിദ് ഇറാഖി ഹദീസിന്റെ ഇസ്തിലാഹിൽ നിപുണനാണ്, വമ്പനാണ്, എല്ലാവരുടെയും അവലംബമാണ്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി പോലുള്ളവരും കൂടിയൊക്കെ ഏറ്റവും അംഗീകരിക്കുന്ന മഹാനാണ് അദ്ദേഹം. ഈ ഹാഫിദുൽ ഇറാഖി എന്നവര് ഈ ഇഹ്യായുടെ വ്യാഖ്യാനമായിട്ട് ഹദീസുകളെ തഹ്രീജ് എഴുതുമ്പോ അതിന് ഞാൻ അവിടെ ഒരു അസുലും കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. എത്ര ഹദീസുണ്ട് ഇഹ്യയില്? എത്ര ഹദീസ് ഇഹ്യയില് ലമ്മറലി ദാലിക അസലെന്ന് കാണുന്ന ഹദീസുകൾ എത്ര ഉണ്ട്? 100 കണക്കിനില്ലേ ഉണ്ടാവുന്ന എന്റെ ധാരണ. 100 കണക്കിന് ഹദീസ് ഉണ്ടാവും. ആ പറഞ്ഞ ഹദീസുകളൊക്കെയും സ്വീകാര്യമല്ലേ? നമുക്ക് ഇൽമിൽ സ്വീകാര്യമല്ലേ? തസവുഫിൽ സ്വീകാര്യമല്ലേ? പറയുന്ന വിഷയത്തിൽ സ്വീകാര്യമല്ലേ? മനസ്സ് നന്നാക്കാൻ വേണ്ടതോ മനസ്സിന്റെ ആപത്ത് വിവരിക്കുന്നതോ ആയ വിഷയത്തിൽ ആ പറഞ്ഞതൊക്കെ സ്വീകാര്യമല്ലേ? അല്ലെങ്കിലും സനദ് വിവരിക്കുന്ന നടപടി തുടങ്ങുന്നത് ഇഹ്യായുടെ മുസന്നിഫ് ഇമാം ഗസാലി ഒക്കെ വഫാത്തായി കഴിഞ്ഞ ശേഷം ഹിജറ 600കളിലും 500കളിലും അല്ലേ ആണ്. 6-ാം നൂറ്റാണ്ടിലാണ് സനദ് വിവരിക്കുന്ന സമ്പ്രദായം ശരിക്കു വരുന്നത്. എന്നതിനർത്ഥം ബുഖാരി മുസ്ലിം ഒന്നും സനദ് നോക്കിയിട്ടില്ല എന്നല്ല. നമ്മളെ ഫുഖഹ സനദ് നോക്കിയിട്ട് അവരുടെ കിതാബുകളിൽ ഹദീസുകൾക്ക് സനദിനെ പ്രശ്നമാക്കുകയും സനദിനെ ഗൗനിക്കുകയും ചെയ്യുന്ന നടപടി വരുന്നത് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനത്തോടു കൂടെയാണ് ശരിക്ക് കൃത്യമായി. അതിന്റെ മുമ്പൊന്നും അങ്ങനെയല്ല. വഹദഫ്തു ദുആ അൽ അഅദായി, അവയവങ്ങൾ ഓരോന്ന് കഴുകുമ്പോഴുള്ള ദുആകളൊക്കെ ഞാൻ കളഞ്ഞു. കാരണം അതിനൊന്നും ഹദീസ് നോക്കുമ്പോൾ അസലില്ല എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നതിന്റെ മുമ്പ് ശാഫി ഫിഖ്ഹിൽ മുഴുവൻ ഈ ദുആ ഇല്ലാതായില്ലേ, ഇന്നും ഇഹ്യയിലില്ലേ. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് അന്നത്തെ കാലം കഴിഞ്ഞ് ആവശ്യം വന്നപ്പോഴാണ് വാസ്തവത്തിൽ ഈ സനദിന്റെ പരിശോധന വന്നത്. ഇത് ഇനിയും നമ്മൾ ഇതിനെ ഒന്നുകൂടി പൊക്കിപ്പിടിച്ചിട്ട് എല്ലാത്തിനും സനദ് വേണം എന്നിടത്തേക്ക് എത്തിയാൽ നമ്മുടെ ഇൽമും കിതാബും ഒക്കെ വിഷയം പോകും. അതുകൊണ്ട് തന്നെ ഈ സനദിൻ്റെതായ ഈ ചർച്ച ഇങ്ങനെ നീണ്ടുപോയാൽ നമുക്ക് പറ്റില്ല എന്ന ശരിയായ ഒരു വിചാരമാണ് കോഴിക്കോട് പ്രസംഗത്തിന്റെ യഥാർത്ഥ പ്രേരകം. ഈ വിഷയത്തിൽ തന്നെ നമ്മുടെ പ്രസംഗാനന്തരമുണ്ടായ മാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വഹാബികളുടെ ഈ വിഷയം സംബന്ധിച്ചുള്ള മാറ്റമാണ്.
അൽബാനിയുടെയും ഇബ്നു തൈമിയ്യയുടെയും നിലപാടാണ് മുജാഹിദുകളുടെ ഈ വിഷയത്തിലുള്ള വ്യക്തമായ നിലപാട് എന്ന് മുജാഹിദുകൾ വ്യക്തമാക്കി. ഔദ്യോഗിക മുജാഹിദുകൾ അവരുടെ നോക്കി വിചിന്തനം ജൂലൈ 1, ജൂൺ 2 ശേഷമാണല്ലോ. ജൂലൈ 1 മുതൽക്ക് ഏതാനും ലക്കങ്ങളുണ്ട്. ജൂലൈ 1 തുടങ്ങുന്നത്. ഇത് ജൂലൈ 8 രണ്ടാമത്തെ ആഴ്ചത്താണ്. ഈ രണ്ടാഴ്ചത്തിൻ്റെയും പ്രധാനമായിട്ട് ആവശ്യമുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതിൽ തുടങ്ങുന്ന നോക്കി, തിരുകേശം വിവാദങ്ങളും വസ്തുതകളും എന്നാണ്. എത്ര കഴിഞ്ഞിട്ടായി തുടങ്ങുന്നതെന്നാ? വിവാദം ഒക്കെ അടങ്ങി ജൂൺ 2 നമ്മളെ പ്രസംഗം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന രക്കത്തിലാണ് ഇത്. തിരുകേശം വിവാദങ്ങളും വസ്തുതകളും. അതിന്റെ ഭാഗം ഞാനൊരല്പം അത്യാവശ്യമുള്ളത് എവിടുക്കാവലെ പോക്ക് എന്നറിയാൻ വാദിക്കാം. നമ്മളെ കോഴിക്കോട് പ്രസംഗത്തിൽ ഈ പരാമർശമില്ല. ഈ ഭാഗം മുജാഹിദുകളെ നമ്മൾ കോഴിക്കോട് പ്രസംഗിച്ചതിൽ കൈകാര്യം ചെയ്തിട്ടുമില്ല. നമ്മൾ കൈകാര്യം ചെയ്ത ഭാഗം ഞാൻ വേറെ പറയാം. തിരുകേശം വിവാദങ്ങളും വസ്തുതകളും എന്നതിൽ ഇദ്ദേഹം എഴുതുന്നത്, നബിയുടെ മുടിയും പ്രമാണങ്ങളിൽ പറഞ്ഞ മറ്റു ശേഷിപ്പുകളും ആദരവും ബർക്കത്തുമുള്ളതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇങ്ങനെ നമ്മൾ മുജാഹിദീങ്ങൾ പറയുന്നത് കേട്ടുകണമുണ്ട് ഏതെങ്കിലും പ്രസംഗത്തില് ഒക്കെയാണ് ശൈലി മാറുകയാണ്. അപ്പൊ ശരിയായ ഇബ്നു തൈമിയ്യയുടെ നിലവാരത്തിലേക്ക് വഹാബികൾ വരുന്നുള്ളൂ. ഇങ്ങനെ ഒരു 4 പ്രസംഗം എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടേ നമുക്ക് നല്ല ഗുണേനു, ഒരു പോയിന്റിൽ മാത്രം നിന്നാ മതി. പക്ഷെ വിവരമുള്ള ചിലർ അങ്ങനെ പറയാറുണ്ട് ഇടക്ക്. ആ സൂചന വന്ന കാലത്താണ് എന്റെ ആ മറ്റേ ക്ലിപ്പിംഗ് പ്രസംഗല്ലേ, ആ ക്ലിപ്പിംഗ് പോയിന്റ്, ആ പോയിന്റ് അത് നമ്മൾ പറയാം. നബിയുടെ മുടിയും പ്രമാണങ്ങളിൽ പറഞ്ഞ മറ്റു ശേഷിപ്പുകളും ആദരവും ബർക്കത്തുമുള്ളതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ നിലക്ക് അതിനെ അള്ളാഹു ആദരിച്ചതാണെന്നും ബർക്കത്ത് ചെയ്തതാണെന്നും വിശ്വസിക്കൽ കേവലം ശാഖാപരമായ ഒരു വിഷയമല്ല, മുസ്ലിംകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വിഷയം. അഖീദയാണ്. ഇത് വേറൊരു വഴിക്ക് കൊണ്ടുപോകാൻ ആ സംഗതി, പക്ഷെ വിഷയം വലുതാക്കാനല്ല. ഇത് അഖീദയാണ് എന്നാക്കിയിട്ട് അഖീദക്ക് വേണ്ട അത്ര പ്രമാണം വേണം എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള കളിയാ. ഇത് അഖീദയാണ് എന്നാ പറയുന്നത്. നോക്കി, നമ്മൾ പറഞ്ഞൊക്കെ തബറുക്ക് ഫുറുവയ്യ, തബറുക്ക് എടുത്തില്ലാന്നിട്ടൊന്നും ആവില്ല. തബറുക്ക് എന്ന് പറഞ്ഞാൽ ശിർക്ക് തൗഹീദുമൊക്കെ എത്തുമ്പോഴേ അത് അസുല് വരുന്നുള്ളൂ. ഇവർ ശരിക്കും തന്നെ പറയാ ബർക്കത്ത് എടുക്കുക എന്നതും ബർക്കത്തുണ്ട് എന്ന് പറയുന്നതും വിശ്വാസ വിഷയമാണ്. ആമുഖമായി ഇത്രയും വ്യക്തമാക്കിയ സ്ഥിതിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന് പറഞ്ഞ് ഇന്ന് ഇറക്കുമതി ചെയ്തതും സൂക്ഷിച്ചു വെച്ചതുമായ മുടികളെ സംബന്ധിച്ചും മറ്റു ശേഷിപ്പുകളെ സംബന്ധിച്ചും മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ള നിലപാട് ആദ്യമേ വ്യക്തമാക്കട്ടെ. പ്രസ്ഥാനത്തിന്റെ നിലപാടാണ്, പ്രമാണബദ്ധമായി നബിയുടേതെന്ന് പറയുന്ന കേശങ്ങളും മറ്റു യാതൊരു ശേഷിപ്പുകളും ഇന്നു നിലവിലില്ല. നോക്കി, പ്രമാണബദ്ധമായി നബിയുടേതെന്ന് പറയുന്ന കേശങ്ങളും മറ്റു യാതൊരു ശേഷിപ്പുകളും ഇന്ന് നിലവിലില്ല, ഉണ്ടെന്ന് തെളിയിക്കാൻ സാധ്യവുമല്ല. വെല്ലുവിളിയാ. ഇത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞല്ലോ. തെളിവില്ലാതെ ഒരു കൂട്ടം ആളുകളും അവരുടെ പിൻഗാമികളും ഒരു കാര്യം അള്ളാഹുവിലേക്കോ അവന്റെ റസൂലിലേക്കോ ചേർത്തിപ്പറയുകയും പാരമ്പര്യമാണെന്ന് സ്വയം അവകാശപ്പെടുകയും ചെയ്താൽ വിശ്വാസപരമായ ഒരു കാര്യം സ്ഥിരപ്പെടുകയില്ല. ഒന്നുകൂടി വിശദമായി പറയാം. ഒരു വിഭാഗം ആളുകളോ ഒറ്റ വ്യക്തി തന്നെയോ ഇന്ന് ഏതെങ്കിലും ഒരു വസ്തു കൊണ്ടുവന്ന് ഇത് റസൂലിൻ്റെതാണെന്നും ആ നിലക്ക് അള്ളാഹു അതിന് പ്രത്യേകം ബർക്കത്ത് ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ വിശ്വസിക്കണമെന്നും പറഞ്ഞാൽ ഖണ്ഡിതമായ തെളിവില്ലാതെ മുസ്ലിങ്ങൾക്ക് അത് വിശ്വസിക്കുവാൻ പാടില്ല. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സ്വീകാര്യതയുടെ മാനദണ്ഡം മുടി വിവാദം വരുന്നതിന് മുൻപേ തന്നെ സുന്നി വിഭാഗങ്ങൾ പോലും വ്യക്തമാക്കിയതാണ്. സാന്ദർഭികമായി അതിവിടെ ഉദ്ധരിക്കട്ടെ. എന്നിട്ട് ഉദ്ധരിക്കാം. ദീനിന്റെ മൗലിക വിഷയങ്ങളിലും വിശ്വാസ പ്രമാണങ്ങളിലും അടിസ്ഥാനപരമായ നിയമങ്ങളിലും ഖണ്ഡിതമായ അറിവ് ലഭിച്ചേ തീരൂ. ഇതിൽ ആർക്കും തർക്കമില്ല. അള്ളാഹു പറയുന്നു, അവർ ഊഹത്തെയല്ലാതെ പിൻപറ്റുന്നില്ല. ഊഹമാകട്ടെ യാഥാർത്ഥ്യം ഗ്രഹിക്കുന്നതിന് ഒട്ടും തന്നെ ഉപകരിക്കുകയില്ല നിശ്ചയം. 53:28 ജൗഹറത്തു തൗഹീദ് പരിഭാഷയും വ്യാഖ്യാനവും, പേജ് 28, സുന്നി പബ്ലിക്കേഷൻ സെന്റർ, ചെമ്മാട് എന്ന് പുറത്തിറക്കുന്ന പുസ്തകത്തിൽ നിന്ന് ഉദ്ധരണി. ഈ ഉദ്ധരണി കൊണ്ട് അഖീദയാണ് എന്ന് ഉറപ്പിച്ചു ശേഷം എന്നിട്ട് പറയാം, ഏറെ പ്രചാരത്തിൽ വന്ന തിരുമുടി. ഇത് ഇടയിൽ നിന്ന് ഒഴിവാക്കിയിട്ടാ വായിക്കണത്. ഞാൻ ഒഴിവാക്കിയ മിണ്ടിയില്ല ഒന്നും പറയണ്ട, ഇത് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം വായിക്കണേ. ഏറെ പ്രചാരത്തിൽ വന്ന തിരുമുടി കഥകളാണ് ഹിജറ 1327, അപ്പൊ 100 വർഷം മുമ്പ്
ഹിജറ 1327 കോൺസ്റ്റാന്റിനോപ്പിളിൽ മാത്രം 43 മുടിയെക്കുറിച്ച് വന്ന കഥകൾ. അപ്പൊ നമ്മൾ കേട്ടല്ലോ, കുസ്തന്തീനിയിലെ 43 ചില്ലാനം മുടിയുണ്ടോ എന്ന് പറയുന്നത് ഇപ്പൊ ആസാര നബിയുടെ ചർച്ചയിൽ വലിയതായിട്ട് പറഞ്ഞിരുന്നു. ഈ കക്കാര് അത്ര വലിയ തെളിവുള്ളതാണ്, അതൊക്കെ ശരിക്കും തെളിവുള്ളതാണ്, സനതുള്ളതാണ്. ഇവിടത്തിന് സനദില്ലാന്നാ സംസാരിച്ചിരുന്നത്. ആ പറഞ്ഞതിനെ പറ്റിയായി പറയുന്നത്. ഏറെ പ്രചാരത്തിൽ വന്ന തിരുമുടി കഥകളാണ് ഹിജറ 1327 കോൺസ്റ്റാന്റിനോപ്പിളിൽ മാത്രം 43 മുടിയെക്കുറിച്ച് വന്ന കഥകൾ. ഇതെല്ലാം സംശയാസ്പദമായ റിപ്പോർട്ടുകളാണ്. ഉറപ്പിച്ചു പറയാൻ പറ്റിയ തെളിവുകളൊന്നുമില്ല. വിചിന്തനം 2011 ഫെബ്രുവരിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്ന് ഇപ്പത്തെ വിചിന്തനത്തിൽ ഉദ്ധരിക്കുകയാണ്. അവസാനം പറയാ, വ്യാജമുടികളെയും ശേഷിപ്പുകളെയും അതിന്റെ തബറുക്കുകളെയും എതിർക്കുന്നതിന്റെ മറവിൽ, ഞാൻ ബാക്കിയുണ്ട് ഇപ്പോ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നാണ് പറയും. പിന്നെ എല്ലാവരും സനദുള്ളതാണ് എന്ന് പറയുന്ന 2 മുടിയുണ്ട്, കാശ്മീരിലും വെല്ലൂരിലും. അതിനെപ്പറ്റി പറയും നോക്കി. കാശ്മീർ, വെല്ലൂർ പോലുള്ള സ്ഥലങ്ങളിലെ വ്യാജരോമങ്ങളെ, കാശ്മീർ, വെല്ലൂർ പോലുള്ള സ്ഥലങ്ങളിലെ വ്യാജരോമങ്ങളെ ന്യായീകരിക്കുന്ന EK വിഭാഗം സുന്നികളും കാരന്തൂർ മർക്കസിലുള്ള വ്യാജമുടികൾക്കെതിരെ ശക്തിയുക്തം പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പൊ കാശ്മീരിലുള്ളതും വ്യാജരോമാണ്, സനദില്ല. സനദില്ല എന്നുള്ള ന്യായത്തിലായി വലിയ വ്യാജരോമാന്ന് പറയുന്നത്. കാശ്മീരിലും വെല്ലൂരിലും വ്യാജരോമം. കുസ്തന്തീനിയയിലെ എല്ലാ കിതാബുകളിലും പറഞ്ഞ 40 ചില്ലാനം മുടിയും വ്യാജരോമം. ഇനി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ, വ്യാജമുടികളെയും ശേഷിപ്പുകളെയും അതിന്റെ തബറുക്കുകളെയും എതിർക്കുന്നതിന്റെ മറവിൽ സനദുള്ള പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട തബറുക്കുകളെയും തിരുശേഷിപ്പുകളെയും ചിലർ എതിർക്കുന്നുണ്ട്. അതുപോലെ മറ്റേ മുടന്ന കൂട്ടരെയാണ്, മറ്റേ മുജാഹിദിനെയാണ് ആ പറയുന്നത് പോലെ. വ്യാജമുടി സ്ഥാപിക്കുന്നതിനെ എതിർക്കുന്നത് പോലെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതിനെ എതിർക്കുന്ന കക്ഷികളെയും മുജാഹിദ് പ്രസ്ഥാനം ശക്തിയുക്തം എതിർക്കുന്നു. കാരണം അള്ളാഹു ബർക്കത്ത് ചെയ്തതിനെ നിഷേധിക്കുന്നത് ആ കാര്യത്തിൽ അള്ളാഹുവിന്റെ അഫ്ആലിനെ നിഷേധിക്കലാണ്. അതുപോലെയാ ഓല വീണ്ടുണ്ട്. അതുകൊണ്ട് അവസാനമായി ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് ഇതാണ്: പരിശുദ്ധ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കാൻ ഏതെങ്കിലും പണ്ഡിതന്റെ അഭിപ്രായത്തിൽ കടിച്ചു തൂങ്ങുന്നതിന് പകരം ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവലംബമാക്കുക. നേരിട്ട് പരിശോധിക്കാൻ കഴിവില്ലാത്തവർ കഴിവുള്ളവരോട് ചോദിച്ചു പഠിക്കുക. ചോദിക്കുമ്പോഴും പറയുമ്പോഴും പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും അവലംബിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പണ്ഡിതന്മാരുടെ അഭിപ്രായം തെളിവുകളുടെ അഭിപ്രായത്തിൽ മാത്രം സ്വീകരിക്കുക. തഖ്ലീദ് ഒരു പഠനം, പേജ് 198. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമീപനം. ശേഷം പറയുന്ന വലിയ രസം, ഈ മേൽ തത്വത്തിന് വിരുദ്ധമായുള്ള വരികളും ലേഖനങ്ങളും അബദ്ധവശാൽ വന്നുപോയത് എവിടെ കണ്ടാലും അത് മുജാഹിദുകളുടെ നയമല്ലെന്നും അബദ്ധമാണെന്നും വാന്യ വായനക്കാർ മനസ്സിലാക്കണം. എന്താ മട്ടം? ഇനി ഇതിനെതിരെ എവിടെയൊക്കെ മുജാഹിദുകൾ ഞങ്ങൾ എഴുതിയതുണ്ടെങ്കിലും അബദ്ധവശാൽ വന്നുപോയതാണ്. ആ അബദ്ധവശാൽ വന്നുപോയതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞതിനനുസരിച്ചിട്ട് വേണം ശരിക്കും വായിക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ ലക്കം അവസാനിക്കുന്നത്. ജൂലൈ 2 കണ്ടോ? ഇപ്പൊ ഇബ്നു തൈമിയയുടെയും അൽബാനിയുടെയും അഭിപ്രായം ഔദ്യോഗിക മുജാഹിദ് അവരുടെ നിലപാടായി പ്രഖ്യാപിച്ചുവെന്ന് മാത്രമല്ല, അതിനു മുൻപ് അവരുടെ പ്രസിദ്ധീകരണങ്ങളിലോ പ്രസംഗങ്ങളിലോ വല്ലതും ഇതിനെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അബദ്ധവശാൽ വന്നതാണ്. അതിൽ നിന്നൊക്കെ മടങ്ങിയിട്ട് ഇതാണ് നിലപാട് എന്ന് ശ്രദ്ധിക്കണം എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് ജൂൺ 2 നമ്മുടെ പ്രസംഗത്തിന്റെ ഫലമാണ്. അൽഹംദുലില്ലാഹ്. ആ ഇബ്നു തൈമിയന്റെ വാദം ഓല നിലപാടിൽ തന്നെ വന്നല്ലോ. ഇനി നോക്കി, പിന്നത്തെ ലക്കം സനദുള്ള കേശങ്ങളും തിരുശേഷിപ്പുകളും. പിന്നത്തെ ലക്കം സനദുള്ള കേശങ്ങളും തിരുശേഷിപ്പുകളും. സനദുള്ള കേശം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് തിരിഞ്ഞുപോയി അങ്ങനെ എഴുതുക. സനദുള്ള കേശം പറയുന്നത് എന്താണ്? ഒന്ന് ഉമ്മു സലമാ ബീവിന്റെ അടുത്തുള്ള കേശം, ഒന്ന് അനസ് എന്നോരടുത്തുള്ള കേശം. അതൊക്കെ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ സനദുള്ളത്. അത് അന്ന് കഴിഞ്ഞു എന്നർത്ഥം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഹദീസുകളാണ്. ഇതൊക്കെ ആർക്കാ? ഞമ്മക്കെതിരിലല്ല, ശബാബിനെതിരിലാണ്. ശബാബിന്റെ അവരുടെ മറ്റേ കൂട്ടർക്കെതിരിൽ ഓല് ഇതൊക്കെ നിഷേധിക്കുകയാണ്. മുസ്ലിമിലെ ഹദീസായാലും വേണ്ടില്ല, ബുഖാരിയിലെ ഹദീസായാലും വേണ്ടില്ല, ഒക്കെ നിഷേധിക്കുകയാണ്. ആ ഭാഗത്തെ എതിർക്കാൻ വേണ്ടി ഈ ഹദീസൊക്കെ എഴുതിയിട്ട് പറയാം. ഇങ്ങനെ സ്വീകാര്യയോഗ്യമായ പരമ്പരയും ആ നിലക്ക് കൈമാറി വന്ന രേഖയും ഇന്ന് ഒരു വിഭാഗം സുന്നികളും വ്യാജത്വരീക്കത്തുകാരും ഷിയാക്കളും പറയുന്ന ഒരു ശേഷിപ്പുകൾക്കും ഇല്ല തന്നെ.
നബിയുടെ വഫാത്തും കഴിഞ്ഞ് 2 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണല്ലോ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു വരുന്നത്. നബിയുടേതെന്ന് പറയുന്ന തിരുകേശം അദ്ദേഹത്തിന്റെ അടുക്കലും ഉണ്ടായിരുന്നു. നബിയുടേതെന്ന് പറയുന്ന തിരുകേശം അദ്ദേഹത്തിന്റെ അടുക്കലും ഉണ്ടായിരുന്നു. അതിനു പോലും ഖണ്ഡിതമായ രേഖയില്ലെന്ന യാഥാർത്ഥ്യം സുന്നി വിഭാഗങ്ങൾക്ക് തന്നെ അംഗീകരിക്കേണ്ടി വരുന്നു. അവരെഴുതുന്നു, തിരുകേശങ്ങൾ കൊണ്ട് ബറക്കത്തെടുത്തിരുന്ന ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം അവ തിരുനബിയുടേതാണെന്ന് ഖണ്ഡിതമായി സ്ഥിരപ്പെടാൻ നിർവാഹമില്ല. അതിലുള്ള അങ്ങനെയാണ് വായിക്കാണ്. ഫവായിദുൽ മുഹാഫളത്തി അലൽ ആസാരിൻ നബവിയ്യ, തിരുകേശ മഹത്വം, വർത്തമാനം, പേജ് 49, എ ഹക്കീം സഅദി, ഇഹ്യാ സുന്ന പബ്ലിക്കേഷൻസ്, കാരന്തൂർ മർക്കസ്. അവിടെ നിന്ന് ഇറങ്ങിയ പുസ്തകത്തിൽ നിന്നാണ് വായിച്ചത്. ഇന്ന് അള്ളാഹുവിന്റെ നബിയുടെയും പേരിൽ മഹത്വപ്പെടുത്തി വിശ്വസിക്കുന്ന കേശങ്ങളുടെയും തിരുശേഷിപ്പുകളുടെയും കാര്യം ഇനി പറയേണ്ടതില്ലല്ലോ. കണ്ടോ, ഇമാം അഹ്മദിന്റെ അക്കാലത്തുള്ളതിന് തന്നെ സനദ് കൊണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്നാണ് വരുന്നതെങ്കിൽ ഇന്ന് പറയുന്നതിനൊന്നും സനദുണ്ടാവൂല എന്ന് കൃത്യമാണല്ലോ എന്നാണ് മുജാഹിദുകൾ അവരുടെ മറുഭാഗത്തെ എതിർത്തുകൊണ്ട് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഈ നിലപാട് ഇബ്നു തൈമിയ്യയുടെ ശരി നിലപാടാണ്. ശരിയെന്നാൽ അത് ശരിയാണ് എന്നല്ല കേട്ടോ, അയാളുടെ ശരി നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് മാറി അതേ നിലപാടിലേക്ക് വഹാബികൾ മൊത്തം അവരുടെ നിലപാട് വ്യക്തമാക്കിപ്പോ. എന്തിനാത്? ബറക്കത്തുമായി ബന്ധപ്പെട്ടിട്ട് ബറക്കത്തെടുക്കുന്നതിന്റെ ന്യായവും ധാരാളം ഉദ്ധരിച്ച് സുന്നികളുടെ പ്രസംഗങ്ങളിൽ വന്നു. നമ്മുടെ കോഴിക്കോട് പ്രസംഗത്തിലും നല്ലൊരു ഭാഗം അങ്ങനെയല്ല വന്നത്. ആ വന്നത് എന്തിനാ ഉദ്ദേശിച്ചാണ്? ഇത് നോക്കി നിങ്ങൾ, ശബാബ് ഈ വിവാദത്തിൽ ഇറങ്ങിയിട്ട് ശബാബ് ഇതിനും കൂടി ഗണ്ണിച്ചാ പോലെ എഴുതണേ. ഇതിൽ തിരുമുടിയും നബിയുടെ ഭൗതികാവശിഷ്ടങ്ങളും ഈ അബ്ദുസ്സലാം സ്വല്ലമി എഴുതുന്നു. ഇത് തന്നെയാണ് ആ ലഘുലേഖ. ഏതോ ഒരു ലഘുലേഖയായിട്ട് പുറത്തിറക്കിയിട്ട് ആരോ കാണിച്ചെന്നല്ലോ. ഇത് എന്നെ ലഘുലേഖയൊക്കെയാണ്. ഇതിന്റെ ഒരു രസം, അബദ്ധത്തിലാ എഴുതുക എന്ന് പറഞ്ഞാൽ തിരുവില്ല, തിരുമുടിയും നബിയുടെ ഭൗതികാവശിഷ്ടങ്ങളും. ഇത് ലേഖനാണ്. ഇത് നല്ല ചൊറുക്കിലാക്കിയിട്ട് കളറിലാക്കിയിട്ട് കൊടുത്തിരിക്കണേ. തിരുമുടിയും നബിയുടെ ഭൗതികാവശിഷ്ടങ്ങളും ഒരു പ്രാമാണിക വിശകലനം. ഇതിൽ നോക്കി പറഞ്ഞു വന്ന് ഞാൻ ആ വിഷയത്തേക്ക് കിടക്കല്ല. എന്തൊക്കെയാ പറയാന്ന് എനിക്ക് മനസ്സിലാകാത്ത ചില ഭാഗങ്ങളുണ്ട്. പ്രവാചക കേശം, ഇത് ലഘുലേഖയായിട്ടും വിതരണം ചെയ്തിട്ടുണ്ട്. പാരം വന്ന് കൊണ്ടുവന്നൊരു ലഘുലേഖ, അതിലുണ്ടത്. പ്രവാചക കേശം എന്നെഴുതിയിട്ട് പറയാം. ഈ വിഷയത്തിൽ താഴെ പറയുന്ന അഭിപ്രായങ്ങൾ ശാഫിഈ മദ്ഹബിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്താണ്? 1, നബിയുടെയും സർവ്വ മനുഷ്യരുടെയും മുടി ശുദ്ധി ഉള്ളതാണ്, അവ നജസ് അല്ല. 1 അത് സ്ഥിരപ്പെട്ട്. 2, നബിയുടെയും സർവ്വ മനുഷ്യരുടെയും മുടി ശരീരത്തിൽ നിന്ന് വേർപെട്ടു കഴിഞ്ഞാൽ അശുദ്ധമാണ്, അവശുദ്ധി ഉള്ളതല്ല. എന്താ ഈ പറഞ്ഞു? ശാഫിഈ മദ്ഹബിൽ സ്ഥിരപ്പെട്ട അത്ര. നബിയുടെയും സർവ്വ മനുഷ്യരുടെയും മുടി ശുദ്ധി ഉള്ളതാണ്, അവ നജസ് അല്ല. നബിയുടെയും സർവ്വ മനുഷ്യരുടെയും മുടി ശരീരത്തിൽ നിന്ന് വേർപെട്ടു കഴിഞ്ഞാൽ അശുദ്ധമാണ്, അവശുദ്ധി ഉള്ളതല്ല. ഇത് ശാഫിഈ മദ്ഹബിൽ സ്ഥിരപ്പെട്ടാണ് അബ്ദുസ്സലാം സ്വല്ലമി പറയുന്നത്. ഈ വിവാദത്തിലുള്ളതാണിത്. ഇതിങ്ങനെ തന്നെ ഞാൻ ആ ലഘുലേഖ കിട്ടിയപ്പോ അതാ കാര്യമായിട്ട് നോക്കിയത്. അപ്പൊ ഇത് തന്നെയാണ് ആ ലഘുലേഖ. ഇത് അച്ചടിച്ച് മർക്കസുദ്ദഅവയുടെ പേരിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മടവൂർ വിഭാഗം മുജാഹിദ്. ഇത്തരത്തിലുള്ള നിരവധി ലക്കങ്ങൾ ശബാബും വിചിന്തനവും വഹാബികളുടെ പ്രസിദ്ധീകരണങ്ങളും നുസ്രത്തിന്റെയും ബുൽബലിന്റെയും പേരിൽ ഓഫീസിൽ വരുന്നത് വായിക്കുകയാണ് ഈ ഉള്ളവൻ. നേരം കിട്ടാഞ്ഞിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും രാത്രി കടന്നുറങ്ങാനുള്ളപ്പോഴും ഒക്കെയാണല്ലോ ഇത് വായിക്കുന്നത്, നിങ്ങൾക്കറിയാലോ. ആ വായനയിൽ വരുമ്പോ എവിടേക്കാണ് ഈ തർക്കങ്ങൾ ചെന്നെത്തുന്നത്, എങ്ങോട്ടാണ് ഈ വിവാദങ്ങളുടെ പോക്ക്, ഇനി എന്തെല്ലാമാണ് ദീനിന്റെ പേരിൽ വരാനിരിക്കുന്നത് എന്ന ശരിയായ ഒരു രോഷം നിങ്ങൾ ഇത് വായിക്കാത്തവരെക്കാൾ എന്റെ ഹൃദയത്തിന്റെ അകത്ത് പകഞ്ഞു പൊന്തൂലേ? നിങ്ങൾ ആലോചിക്കും. ഇത് വായിക്കാത്ത ആളുകളെക്കാൾ ഇത് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വക ശരിയായിട്ടുള്ള കാര്യങ്ങളിലുള്ള ആത്മരോഷം എന്നൊന്നില്ലേ നമ്മൾ മനസ്സിലാക്കുന്നതിന് ഇതിൽ കാണുന്ന ഈ രോഷമൊക്കെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുന്നികൾ പറയുന്ന പ്രസംഗത്തിൽ കൂടി ഇതിന് ശരിവെച്ചു കൊടുത്താൽ എവിടേക്കാണ് പിന്നെ ഇതൊക്കെ എത്തുക? ഇത്തരം വിഷയങ്ങൾ കൊണ്ടാണ് വാസ്തവത്തിൽ കോഴിക്കോട്ടെ പ്രസംഗത്തിൽ
വഹാബികളുടെ നിലപാട് ഇങ്ങനെ നമ്മളിപ്പോ കണ്ടു. വഹാബികൾ നിലപാട് വ്യക്തമാക്കിയിട്ട് ഇബ്നു തൈമിയ്യയുടെ നിലപാടിലേക്ക് ഔദ്യോഗിക മുജാഹിദ് വന്നു. ഔദ്യോഗിക മുജാഹിദ് എന്ന് പറഞ്ഞാൽ അതാ നമ്മൾ കണക്കിലെടുക്കേണ്ട മുജാഹിദുള്ളൂ. മറ്റേ ഇങ്ങനെ പോകും. അത് സമസ്ത പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ബഹുമാനപ്പെട്ട സമസ്ത അറിയുമ്പോൾ ഈ കെ സമസ്തനെ പറയണുള്ളൂ, എ പി സമസ്തനെ അങ്ങനെ പറയണില്ല എന്ന് ചിലർക്കൊരു വല്ലാത്ത പരാതിയാണ്. അത് ശരി തന്നെയാണ്. സമസ്ത പറയുമ്പോൾ ഔദ്യോഗിക സമസ്തനെ തന്നെയാണ് നമ്മൾ സമസ്ത എന്ന് കൂട്ടുള്ളൂ. മറ്റേത് പിന്നെ വന്നതല്ലേ, അത് ഉറപ്പല്ലേ. ആ നിലയിൽ തന്നെ വഹാബികൾ ഔദ്യോഗിക മുജാഹിദിനാണ് മുജാഹിദ് വിഭാഗമാക്കി കൂട്ടുക. മറ്റേ വിഭാഗം പിന്നെ വന്നതാന്ന് മാത്രമല്ല, കൂടുതൽ അബദ്ധങ്ങൾ പറയുന്നത് മടവൂർ വിഭാഗമാകുന്നു എന്നാണ് നമ്മളെ നിവാരണം എടുത്തു നോക്കിയാൽ ഒരു ചോദ്യോത്തരത്തിന് നമ്മുടെ നിവാരണത്തിന് നൽകിയത് കാണാം. ഇതിങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. അത് ജനങ്ങൾ അറിയിക്കണ്ടേ, സാധാരണ പ്രവർത്തകന്മാര്. ആ നിലക്ക് മടവൂർ വിഭാഗത്തിന്റെ നിലപാടിൽ നിന്ന് മാറി ഔദ്യോഗിക മുജാഹിദ് വിഭാഗത്തിന്റെ നിലപാടിപ്പോ ഇബ്നു തൈമിയ്യയുടെ തിരുശേഷിപ്പുകളായി ലോകത്തുള്ളതിനൊന്നും സനദില്ല എന്ന നിലപാടിലാണ് എന്ന് ചിന്തിക്കുക. അതിന്റെ കൂടെ സനദുണ്ടെങ്കിലേ സ്വീകാര്യമാകൂ, ബർക്കത്തെടുക്കാൻ പറ്റൂ, പരിഗണിക്കാൻ പറ്റൂ, എടുക്കാൻ പറ്റൂ എന്ന നിലപാടിൽ ബർക്കത്തിന്റെ കാര്യത്തിൽ പരിഗണിക്കണമെങ്കിൽ സനദു വേണം, അത് ദീനാണ് എന്ന ഒരു വാദം വെച്ചുകൊടുത്താൽ ഇനി ബാക്കി ഞാൻ എങ്ങനെ ചേർത്ത് വായിക്കുക, നിങ്ങൾ വായിച്ചു നോക്കി. ഇതാണ് കോഴിക്കോട് പ്രസംഗത്തിൽ ഊന്നൽ നൽകിയിട്ട് ഇ കെ സമസ്തയുടെ ആ പ്രസംഗകന്മാർ പറഞ്ഞു നടക്കുന്ന പ്രസംഗത്തിന്റെ ഭാഗത്തെത്തിയത്. ഇത് സമസ്തയുടെ ഭാഗമാണ് എന്ന് നമ്മൾ പറയണില്ല. സമസ്തയുടെ പ്രസംഗകന്മാർ പ്രസംഗിച്ച് നടന്നതൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ കേട്ടു കുറ്റ്യാടിയിലെ 2 വിഭാഗത്തിന്റെ പ്രസംഗം, അതേ ഞാൻ കേട്ടിട്ടുള്ളൂ. അത് 2 വിഭാഗത്തിന്റെ പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞാൽ നമ്മളെ കേൾവിയേ സ്വതേ കേട്ടിട്ടുള്ളൂ. കാസറ്റിന്നേ ശബ്ദം കേട്ട കാസറ്റ് പിന്നെ മൈക്കിയിലായാലും അത്രയല്ലേ കേൾക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ കേൾവി ആ നിലക്ക് കേട്ടു, അതിന്റെ ഏതാണ്ട് കേട്ടു. ആ കേൾവി കേട്ടതനുസരിച്ചാണ് വല്ലാതെ ഇതിന്റെ പോക്ക് എവിടുക്കാണ് എന്ന് സങ്കടം തോന്നിയത്. ആ സങ്കടം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനത്തുമ്പോൾ നമുക്ക് ലേശം പറയണോ എന്നുള്ള നിലവാരത്തിലെത്തിയത്. അവിടെ എത്തിയിട്ട് ആ വിഷയം പറഞ്ഞപ്പോ നമ്മുടെ ഇ കെ വിഭാഗം സമസ്തയുടെ ശബ്ദത്തിലും മാറ്റം വന്നിട്ടുണ്ട് ശരിക്കും എന്ന കാര്യത്തിലും സന്തോഷകരമായ നിലക്കുള്ള ഒരു അഭിനന്ദനത്തിന്റെ രീതിയിലുള്ള ഒരു സന്തോഷ വാർത്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പറയുമ്പം പ്രസംഗിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും പ്രസംഗിച്ചോട്ടെ. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രസംഗം കഴിഞ്ഞ ശേഷം മാധ്യമത്തിലും ദേശാഭിമാനിയിലുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവരുടെ ലേഖനം വന്നത്. നിങ്ങൾക്കറിയാം, ചന്ദ്രികയിലല്ല. അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടാവുമല്ലോ, അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടാവൂലേ, എന്തേലും ഉണ്ടാവും, ഇല്ലായിരിക്കൂല. അത് നിങ്ങൾ ചേർത്ത് വായിച്ചോളി, ഞാൻ എനിക്ക് കിടക്കുന്നില്ല. ചന്ദ്രികയിൽ വരാതെ വഹാബികളുടെ മാധ്യമത്തിലും ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശാഭിമാനിയിലും എന്തുകൊണ്ട് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ ലേഖനം വന്നു? ആ ലേഖനത്തിന്റെ അകത്ത് ശൈലി മാറി. എന്തേ പറഞ്ഞത്? എ പിയുടെ ആ മർക്കസിലുള്ള മുടി, എ പിയിൽ അവിശ്വാസം തോന്നാൻ പല ന്യായങ്ങളും കാരണങ്ങളും ഉള്ളതുകൊണ്ട് അതിനു സനദു വേണം എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ് അദ്ദേഹം എഴുതിയതിന്റെ ചുരുക്കം. അല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരുന്നത്? അതാണ് മാധ്യമത്തിലെയും ദേശാഭിമാനിയിലെയും എഴുത്തിന്റെ ചുരുക്കം. എ പിയുടെ കാര്യത്തിൽ സംശയം തോന്നിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ കൊണ്ടുവന്ന മുടിയിൽ സനദ് വേണമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത് എന്ന്. കരിച്ചു നോക്കിയിട്ട് കരിയൂലെങ്കിൽ അത് മുടിയാണ് എന്ന് പറയാമെന്ന നിർദ്ദേശം അതിൽ കണ്ടില്ല. ടോർച്ചടിച്ചിട്ട് നേലുണ്ടോ നോക്കിയിട്ട് നേലുറപ്പിച്ചിട്ട് അതനുസരിച്ച് വേണം മുടിയാണ് എന്ന് ഉറപ്പിക്കാൻ എന്നുള്ളത് അതിൽ കണ്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ എന്തൊക്കെയാണോ അദ്ദേഹത്തിന്റെ സമസ്തക്കാരുടെ പേരിൽ നമ്മൾ കോഴിക്കോട് പ്രസംഗത്തിൽ സംസാരിച്ചതെങ്കിൽ ആ പറഞ്ഞ വിഷയങ്ങൾ യാതൊന്നും അദ്ദേഹത്തിന്റെ ആ 2 ലേഖനത്തിലും കണ്ടില്ല. കൃത്യമായി അവർ തുടങ്ങി വെച്ച പോയിന്റിൽ നിന്നു. അതായിരുന്നു തുടക്കത്തിലേ വേണ്ടത്. തുടക്കത്തിലേ വേണ്ടതും തുടക്കത്തിലേ വന്നതിൽ പോകേണ്ടതും ആ ലൈനിലാണെങ്കിൽ നമുക്ക് ആ വിഷയത്തിൽ പ്രവേശിക്കേണ്ടതില്ലായിരുന്നു. ഏപ്പിന്റെ അവിടെ കൊണ്ടുവന്ന മുടി ശരിയാണോ ശരിയല്ലേ, അത് ബർക്കത്ത് പറ്റുമോ പറ്റൂലേ എന്നുള്ളതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മളെ വിഷയം അതല്ല. ആ വിഷയത്തിൽ നിന്ന് തുടങ്ങിയിട്ട് വിഷയം തെറ്റിയിട്ട് ദീനിന്റെ മൗലികമായിട്ടുള്ള നിയമങ്ങൾക്ക് വരെ എതിര് വരാൻ പറ്റുന്ന നിരത്തിൽ പ്രസംഗങ്ങൾ പോയി. ഇതല്ലേ വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചെറുശ്ശേരിയുടെ ലേഖനത്തിലൊന്നുമില്ല.
അത് കഴിഞ്ഞ് എല്ലാവരും പ്രസംഗിച്ച് ആദ്യം എന്റെ പ്രസംഗത്തിനെതിരെ സുന്നി യുവജന സംഘത്തിന്റെ പേരിൽ പത്രത്തിൽ വന്ന ഒരു പ്രസ്താവനയിൽ ഒപ്പുവെച്ചതും ആ പ്രസ്താവന പത്രങ്ങളിലേക്ക് എഴുതി കൊടുത്തതുമൊക്കെ കോഴിക്കോട് ഈക്ക സമസ്തയുടെ ഓഫീസിൽ നിന്ന്, ചേളാരിയിലെ ഓഫീസിൽ നിന്നാണ് എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്, പത്രക്കാർക്കും അതറിയാം. ആ ഓഫീസിൽ നിന്ന് സാക്ഷാൽ പിണങ്ങോട് അബൂബക്കർ എന്ന സമസ്തയുടെ മാനേജർ ഇപ്പൊ എഴുതിയതെന്താ? പൊന്നു തൂക്കുന്നിടത്ത് പൂച്ചക്കെന്തു കാര്യം, വിചാരപഥം. പൊന്നു തൂക്കുന്നിടത്ത് പൂച്ചക്കെന്ത് കാര്യം. വിചാരപഥം എന്നിട്ടൊന്നുണ്ടല്ലേ, അതായത് ഏപ്പിക്കാരെ എങ്ങനെ പറഞ്ഞാലും പൂച്ചനെ ഇട്ടമായി തന്നെ, ആ പൂച്ചയായിട്ട് മൂപ്പർക്കൊരു ബന്ധമുണ്ട്. പൂച്ചനെ മേലക്കിട്ടമായി തന്നെ എങ്ങനെ വന്നാലും പൂച്ച എങ്ങനെ വീഴാന്നുണ്ടല്ലോ, അങ്ങനെ എങ്ങനെ പോയി ഏത് പറഞ്ഞാലും ഏപ്പിക്കിട്ടൊന്നു കൊടുക്കും. ആ പംക്തിയാണ് വിചാരപഥം. ആ വിചാരപഥത്തില് പൊന്നു തൂക്കുന്നിടത്ത് പൂച്ചക്കെന്തു കാര്യം എന്ന് ചോദിച്ചിട്ട് ലേഖനം. ഇത് നമ്മളെ ബുൽബുലിന്റെ കുറിപ്പിനെ പറ്റിയ. ഓക്കെ, മുംബൈ മുടി സംബന്ധിച്ച് പുസ്തകം 19 ലക്കം 9 ബുൽബുൽ മാസിക 1-ാം പേജിൽ ഒരു നെടുനീളൻ ലേഖനം എഴുതിയിട്ടുണ്ട്. ബുൽബുൽ പെട്ടതാണെന്ന് ലേഖനത്തിന്റെ ശൈലിയിൽ നിന്ന് തന്നെ ബോധ്യമാണ്. പക്ഷേ സമസ്തയെ ഒന്ന് വിമർശിക്കാൻ പഴുതുണ്ടോ എന്ന പരീക്ഷണവും കുറിപ്പിലുണ്ട് എന്ന് തുടങ്ങി. തൊട്ടടുത്ത ഭാഗം നോക്കി. ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചാണ് തർക്കം. ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചാണ് തർക്കം. ആസാറുൻ നബി സനദ് തെളിഞ്ഞില്ലെങ്കിലും ബറക്കത്ത് സാധുവാണ്. ഹസായിസുകൾക്ക് സവിശേഷതകൾ, ബലഹീന റിപ്പോർട്ടും മതിയാവും തുടങ്ങിയ തർക്കം പിടിക്കാത്ത ചില കാര്യങ്ങളാണ് പറഞ്ഞു കാണുന്നത്. എന്താ ബുൽബുലിന്റെ ലേഖനത്തിൽ പറഞ്ഞു കാണുന്നത്? തർക്കമില്ലാത്ത കാര്യങ്ങളാവുന്നു. പോരെ, ഈ വിഷയമാണെങ്കിൽ എന്തിനാ പൂച്ചക്ക് എന്താണ് പൊന്നൊരുക്കുന്നയുടെ അല്പതെന്ന് ചോദിക്കേണ്ട കാര്യം? ബുൽബുൽ ലേഖനത്തിൽ കാണുന്നത് തർക്കമില്ലാത്ത വിഷയമാണ്. തർക്കമില്ലാത്ത വിഷയം എന്താ പറഞ്ഞത്? ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചാണ് തർക്കം. ഈ ബുൽബുലിലെ തർക്കം ആസാറുൻ നബി സനദ് തെളിഞ്ഞില്ലെങ്കിലും ബറക്കത്ത് സാധുവാണ്, ഹസായസുകൾക്ക് ബലഹീന റിപ്പോർട്ടും മതിയാവും തുടങ്ങിയ തർക്കം പിടിക്കാത്ത ചില കാര്യങ്ങളാണ് പറഞ്ഞു കാണുന്നത്. ഇതാണ് ബുൽബുലിന്റെ ലേഖനത്തിൽ പറഞ്ഞു കാണുന്നത്. ബുൽബുലിന്റെ ലേഖനത്തിൽ മാത്രമല്ല, അതിനാധാരമായ കോഴിക്കോട്ടെ പ്രസംഗത്തിന്റെ ഉദ്ധരണിയാണ് ബുൽബുലിന്റെ ലേഖനത്തിലുള്ളത്. കോഴിക്കോട്ടെ പ്രസംഗത്തിൽ ഇത് തന്നെയല്ലേ ഉള്ളത്. ഇത് തർക്കം പിടിക്കാത്ത കാര്യമാണ് എന്നും ഞങ്ങൾക്ക് തർക്കമില്ലാത്ത വിഷയമാണിത് എന്നും സെനത് വേണ്ട ആസാറുൻ നബിക്ക് എന്നും അല്ലേ ഇപ്പോ പിണങ്ങോട് പറഞ്ഞത്. സുന്നി അഫ്കാറിലെ ഏറ്റവും പുതിയ ലക്കം ജൂലൈ 20 പുറത്തിറങ്ങിയ ലക്കാത്. ജൂലൈ 20. ഇന്നിപ്പോ ജൂലൈ 28 ജൂലൈ 20 പുറത്തിറങ്ങിയ ലക്കമാണിത്. അപ്പൊ ഈ ലക്കത്തിൽ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ, അതായത് ഈക്ക സമസ്തയുടെ ഔദ്യോഗിക മുഖപത്രം, SKSSന്റെ സത്യധാര, അതെന്തോ പറയട്ടെ, ഔദ്യോഗിക മുഖപത്രം ആലിക്കുട്ടി മുസ്ലിയാർ എഡിറ്ററായിട്ട് നടത്തുന്ന, സമസ്തയുടെ ഒരു സെക്രട്ടറി എഡിറ്ററായിട്ട് നടത്തുന്ന ഈ ഔദ്യോഗിക പത്രം സുന്നി അഫ്കാറിൽ തർക്കമില്ലാത്ത വിഷയമാണ് കോഴിക്കോട് പ്രസംഗത്തിലേത്. ആസാറുൻ നബിക്ക് സനദ് വേണ്ട എന്നല്ലേ ഇപ്പോ സമ്മതിച്ചത്. അൽഹംദുലില്ലാ, ഇത് തന്നെയല്ലേ കോഴിക്കോട് പ്രസംഗത്തിലെ നേട്ടം. കോഴിക്കോട് പ്രസംഗം അത് തന്നെ ആയിരുന്നില്ലേ, വേറെന്താ അതിന് വിഷയം? ഇത് തന്നെയാ വിഷയം. അപ്പോ വാസ്തവത്തിൽ സുന്നി അഫ്കാറിലും അതേപോലെ തന്നെ വിചിന്തനത്തിലും വഹാബികളിലും ഇവർ രണ്ട് കൂട്ടരിലും കോഴിക്കോട് പ്രസംഗത്തിന്റെ പ്രതിഫലനം ശരിക്കും ഉണ്ടായിട്ടുണ്ട്. തെളിഞ്ഞു കാണാം അവരുടെ ഈ എഴുത്തുകളിൽ നിന്ന് നമുക്ക് ബോധ്യമാകും. ഇങ്ങനെ സുന്നി അഫ്കാറടക്കം സമ്മതിച്ച ഈ വിഷയത്തിൽ, അതുവരെ തെറ്റിദ്ധാരണകൾ പരന്ന ഒരു വിഷയത്തിൽ, തെറ്റിദ്ധരിച്ചു വെച്ച ഒരു വിഷയത്തിനെതിരെയാകുന്നു നമ്മുടെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ എന്ന് കണ്ടപ്പോ ഉണ്ടായിത്തീർന്ന ഒരു ചെറിയ വിറളിയോ വെപ്രാളമോ പരിഭ്രാന്തിയോ അല്ലേ സൈഡ് ചെയ്തു, അപ്പുറത്ത് പോയിന്നു ഇപ്പുറത്ത് പോയി എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾക്ക് പിന്നിലുള്ളത്. ഒന്ന് സാവകാശം, സാവധാനം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നിഷ്പക്ഷമായി ആ പ്രസംഗത്തിന്റെ കാസറ്റ് ഇനി ഒന്നുകൂടി കേൾക്കട്ടെ ഈക്ക സമസ്തയിലെ പ്രസംഗകർ. അന്ന് കുറച്ച് അതിലാണ് എന്താ പറയാ ആ ഉദ്വേഗത്തിന്റെ നേരെയില്ല, അപ്പൊ കേട്ടൂണുമാണ് പോണെന്നൊക്കെ. ഇനിയൊന്ന് കേൾക്കട്ടെ, അപ്പോൾ അറിയാം കോഴിക്കോട് പ്രസംഗത്തിൽ യഥാർത്ഥത്തിൽ വിവാദമുടിയെക്കുറിച്ച് പ്രസംഗത്തിൽ നേരിട്ട് പരാമർശമില്ല. ഉണ്ടോ?
അത് നിങ്ങൾ തീരുമാനിച്ചോളി. കോഴിക്കോട്ടെ മുടിനെ പറ്റിയോ വർക്കത്തിലെ മുടിനെ പറ്റിയോ അല്ല ഇവിടെ സംസാരിക്കുന്നത്. അത് നിങ്ങളാണ് നോക്കേണ്ടത്. അതിന്റെ തെളിവും നിങ്ങൾ കൊണ്ടുവന്നോളിയുന്ന അതെവിടെങ്കിലും പോയി അവർ കൊണ്ടുവന്നോട്ടെ. അത് ഇവിടുത്തെ വിഷയം അല്ല. തിരുമുടിയും വിവാദങ്ങളും എന്നാണ് നമ്മൾ വിഷയിട്ടത് തന്നെ. ആ വിഷയവുമായി വന്ന കാര്യങ്ങളിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഇത്രയുമാണ്. ഒന്ന്, തിരുമുടിയുടെ ആധികാരികതക്ക് സനദ് വേണം തങ്ങൾക്ക് എന്നൊരാൾക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? സനദ് വേണം, അത് ആധികാരികമായി നബിയുടെ മുടിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കണമെങ്കിൽ തെളിവ് വേണം എന്നൊരാൾക്ക് പറയാം എന്ന് സിയറു അലാമിൻ നുബലാ എന്നതിൽ ഹാഫിദു ദഹബി പറഞ്ഞ വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ അന്ന് സംസാരിച്ചത്. ഞാനിത് അതൊക്കെ ഇനി ആവർത്തിക്കുന്നില്ല, ചുരുക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നിവാരണമാണല്ലോ ഉദ്ദേശം. അപ്പൊ സംശയങ്ങളുമായി ബന്ധപ്പെട്ട നിവാരണ നമ്മൾ നടത്തേണ്ടതുള്ളൂ. വിഷയത്തില് അങ്ങനെ ഒരാൾക്ക് ചോദിക്കാം, ആ ചോദിക്കുന്നതിൽ ന്യായാണ്. അങ്ങനെയാണെങ്കിലും ബർക്കത്തെടുക്കാൻ സനദ് ശരിയായത് വേണമെന്നില്ല, അല്ലേ നമ്മൾ സംസാരിച്ചത്? ബർക്കത്തെടുക്കാൻ ശരിയായ സനദ് വേണമെന്നില്ല. ഇവിടെ പ്രസംഗിച്ചിരുന്ന എങ്ങനെയാ? സനദ് വേണം, സനദ് വേണം, സനദ് വേണം. സനദ് നന്നുകാണ്ട് എവിടെങ്കിലും കുത്തിക്കുറിച്ച് കൊണ്ടെന്നാ പോരാ, അതിന്റെ ഓരോ കണ്ണിയിലും ഞങ്ങൾ ബലപ്പെട്ട ആളുകളാണോ സ്വഹീഹാണോ എന്ന് പരിശോധിക്കും. അത് ഉറപ്പ് വരുത്തിയിട്ട് വേണം എന്ന് പ്രസംഗിച്ചിരുന്ന ആളുകൾ ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് സനദ് വേണം എന്ന് പറഞ്ഞാൽ അത് അബദ്ധമാകുന്നു. അതില്ലാതെയും ചെയ്യാന്നാ നമ്മൾ ഒന്ന് പറഞ്ഞേനെ. അതിന് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടിയാണ് എന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുടി നമ്മുടെ മുമ്പിലെത്തി. അങ്ങനെ എത്തിയാൽ ഇതിന്റെ സനദ് നോക്കിയിട്ടല്ല നമ്മൾ അതിനെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും അതുകൊണ്ട് ബർക്കത്തെടുക്കുന്നതും. ശീലമേ അതല്ല എന്നാണ്. ഞാനും അഭ്യുന്നരായ തങ്ങളവറുകളും ഡൽഹിയിൽ പോയപ്പോൾ കണ്ട ആസാറു നബിയെ ആദരിച്ചതൊക്കെ ആ കൂട്ടത്തിൽ നമ്മൾ ഉദ്ധരിച്ചല്ലോ. വെല്ലൂരിൽ നോക്കി നിങ്ങൾ പ്രസിദ്ധമായ 2 സ്ഥാപനങ്ങൾ, ലത്തീഫിയ അതുപോലെ ബാഖിയാത്ത്, 2 സ്ഥാപനങ്ങളുണ്ടല്ലോ. ബാഖിയാത്തിലുണ്ട് മുടി, ലത്തീഫിയയിലുണ്ട് മുടി. ലത്തീഫിയയിലുണ്ട് മുടി, ബാഖിയാത്തിലുണ്ട്. ലാഷുറല് ബാഖിയാത്തിലും മുടിയില്ലേ? മുടിയാന്ന് പറയണ മുടിയില്ലേ? എവിടെയാ? എൻ്റെ അടുത്തുള്ള പള്ളി. ബാഖിയാത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കും. അപ്പൊ ബാഖിയാത്തിൽ കൊണ്ടുവന്ന് കാണിക്കുന്നൊരു മുടിയുണ്ട്. ആ മുടി റബിയുൽ അവ്വലിലാണ് കാണിക്കല്. റബിയുൽ അവ്വലിൽ ആ മുടി കാണിക്കുമ്പോ ബാഖിയാത്തിൽ അത് കാണിക്കുന്ന കാലത്തെ വലിയ മശായിഖുമാരും ഉസ്താദുമാരും ഒന്നും അതിനെ അനാദരിക്കാറില്ല, അതിനെ തള്ളിപ്പറയാറുമില്ല. റസൂലുള്ളാഹിന്റെ മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് കാര്യമായ ഒരു സനദൊന്നുമില്ല, ബലപ്പെട്ട ഒരു സംഗതി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ അവതരിപ്പിക്കുക. എന്നാലും അത് ബർക്കത്തെടുക്കാൻ വേണ്ടിയോ അത് മുക്കുന്ന വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടോ ഉലമാക്കന്മാർ അന്നും തയ്യാറാവാറുണ്ട്. എന്നാൽ അന്നും ലത്തീഫിയയിലെ മുടി അങ്ങനെയല്ല പറയാറ്. ലത്തീഫിയയിലെ മുടി അത്യാവശ്യം ബലപ്പെട്ട സനദോടുകൂടെയുള്ളതാണ്, അത് പരമ്പരാഗതമായി തന്നെ സ്ഥിരപ്പെട്ടിട്ടുള്ളതുമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ മുടിയിട്ട വെള്ളം കൊണ്ടുപോകാറും വാങ്ങാറുമൊക്കെ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവിടുത്തെ വെള്ളം, ബാക്കിയാത്തല വെള്ളം കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ അത് കുടിക്കാറുണ്ട് അവിടുത്തെ എല്ലാ ഉസ്താദുമാരും. എന്താണ് ഇതിനർത്ഥം? ബർക്കത്തെടുക്കാനും ഉപയോഗിക്കാനും സനദൊന്നുമില്ലെങ്കിലും, കാര്യമായിട്ടുള്ള സനദ് അല്ലെങ്കിലും അതൊക്കെ മനുഷ്യന്മാർ ഉപയോഗിക്കും. നബിയുടേതാണ് എന്ന് കേട്ടാൽ മതി, ആരെങ്കിലും പറഞ്ഞാൽ മതി, ബർക്കത്തെടുക്കാം. എന്താ കുഴപ്പം? ആരും വേണ്ട കൂട്ടരെ. നമ്മളിവിടെ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് വന്നു, ഇത് തിരുനബിയുടെ മുടിയാണ്, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് കൊണ്ടുവന്നാൽ അതിന് പാടെ സനദ് ചോദിക്കാതെ ഒരാൾ അതെടുത്ത് മുത്തി അല്ലെങ്കിൽ അതിൻ്റെ വെള്ളമിട്ടിട്ട് കുടിച്ചു, എന്നാൽ എന്തായാലും കുറ്റം? അതിൽ വല്ല കുറ്റമുണ്ടോ? സനദൊന്നും ചോദിച്ചാലാന്ന് കുട്ടി. ഒരു സനദും ചോദിച്ചില്ല, സ്ഥിരപ്പെട്ട സനദ് അവിടെ ഇരിക്കട്ടെ, ഒന്നും ചോദിച്ചില്ല. അങ്ങനെ വന്നാൽ അത് വിശ്വാസം തോന്നുന്ന ഒരാൾക്കും അംഗീകാരം തോന്നുന്ന ഒരാൾക്കും അതിനെ അംഗീകരിക്കുന്നതിൽ എന്താ കുഴപ്പം? മാസം കാണുന്നോട്ട് കണ്ടില്ല നിങ്ങൾ? മാസം കാണുന്ന മസാല നമുക്കൊക്കെ അറിയണ മസാല അല്ലേ? സാക്ഷികൾ കൊണ്ട് മറ്റുള്ളവരുടെ മേൽ സ്ഥിരപ്പെടുത്തണമെങ്കിൽ സാക്ഷികൾ അതിലാവണം, വേണ്ടതുപോലെ ആവണം. റമളാൻ മാസമാണെങ്കിൽ അതിലായ ഒരു സാക്ഷി, ഇതര മാസങ്ങളാണെങ്കിൽ 2 സാക്ഷികളെ കൊണ്ട് സ്ഥിരപ്പെട്ടെങ്കിലേ മാസത്തിന്റെ കാഴ്ച സുബൂത്താവുള്ളൂ, കാലിക്ക് വിധിക്കാനും പറ്റുള്ളൂ. അങ്ങനെയാ സുബൂത്താകാം. അതേസമയം ഒരു കാഫിർ പറഞ്ഞു മാസം കണ്ടു ഞാനെന്ന്, വിശ്വാസമുള്ളവന് അതിനെ അനുകരിച്ചിട്ടും സ്വീകരിച്ചിട്ടും നോമ്പെടുക്കാം.
പറ്റൂലേ? അമൽ ചെയ്യാന്ന് നമ്മളെ കിതാബിലൊക്കെ അല്ലേ? ഒരു പെണ്ണ് മാസം കണ്ടു എന്ന് പറഞ്ഞു. പെണ്ണിനെ വിശ്വസിക്കുന്നവനോ വകതിരിവുള്ള കുട്ടിയെ വിശ്വസിക്കുന്നവനോ ആ കുട്ടിയെ അനുകരിച്ചുകൊണ്ട് എടുത്തൂടെ? ഇത് തന്നെയല്ലേ ഈ വിഷയത്തിലും ഉള്ളൂ. ആരാ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അവനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിനെ ബർക്കത്തെടുക്കുന്നതിന് എന്തിനാണ് സെനത്? സെനത് ഉണ്ടെങ്കിൽ എന്തിനാണ് ഇതിന്റെ തബറുക്ക്? ഇത് തബറുക്കല്ല വിഷയം. ഈ വിഷയത്തിന് എന്തിനാ സെനത്? എന്തിനാ സ്ഥിരപ്പെട്ട സെനത്? ഇതാണ് നമ്മുടെ പണ്ഡിതന്മാരുടെ പഴയ കാലം മുതൽക്കേ ഉള്ള വഴക്കം. അതേ സമയത്ത് ആധികാരികമായി അത് തിരുനബിയുടെ മുടിയാണ് എന്ന് പറയുന്നത് സംബന്ധിച്ച് അവിടെ ആസാറുൻ നബിക്കൊന്നിനും സെനദില്ല ഒറ്റൊന്നിനും എന്ന വാദം ഇബ്നു തീമിയയുടെ വാദം നിങ്ങൾ കേട്ടു. അതന്നെ ഔദ്യോഗിക മുജാഹിദിന്റെ നിലപാട് എന്ന് ഇനിമേലിൽ മനസ്സിലാക്കണം എന്ന് ജൂലൈ 2 മുതൽ തുടങ്ങിയിട്ടുള്ള ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ചു നമ്മൾ കണ്ടു. ഇതേ തർക്കം 8-10 വർഷങ്ങൾക്ക് മുൻപ്, എന്റെ അഭിപ്രായത്തിൽ 10, 12, 13 വർഷം മുമ്പാ, ആ മുമ്പ് ഉണ്ടായി. അങ്ങനെ പലയിടത്തും വായിക്കുക, കേൾക്കുക. ഞാനീ പറയുന്ന പോലെ തന്നെ വായിക്കുന്നുണ്ടല്ലോ, നമ്മൾ കേൾക്കുന്നത് മാത്രമല്ല വായിക്കുന്നുണ്ട്. അപ്പൊ വായിക്കുമ്പോൾ കുറെ കാണും. ആ കൂട്ടത്തിൽ എല്ലായിടത്തും ഇവിടെ കാണുന്ന ആസാറുകൾക്കൊന്നും സെനദില്ല എന്നും പറഞ്ഞിട്ട് വെല്ലൂരിലെ ലത്തീഫിയയുടെ മുടിയെയും മറ്റുമൊക്കെ പരാമർശിച്ചുകൊണ്ടുള്ള തർക്കങ്ങൾ നടക്കുന്ന ഒരു സമയം. ഇപ്പത്തെ മുടിയൊന്നുമല്ല, കാരന്തൂരിലെ മുടിയല്ല, ഇപ്പത്തെയല്ല, അതിന്റെ മുമ്പത്തെ കാരന്തൂരിലെ മുടിയല്ല. ഈ 2 കാരന്തൂർ മുടി സംബന്ധിച്ചും അല്ല. നമ്മളെല്ലാവരും സെനതുണ്ടെന്ന് വിചാരിക്കുകയും ബർക്കത്തെടുക്കാൻ വെള്ളം കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ലത്തീഫിയയിലൊക്കെ മുടയെ സംബന്ധിച്ചു തന്നെ ഇതിനൊന്നും സെനദില്ല എന്ന് ഇപ്പൊ വിചിന്തനത്തിൽ വായിച്ച അതേ നിലയിലുള്ള അഭിപ്രായങ്ങൾ പൊന്തി വന്നപ്പോൾ സ്നേഹം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്ന ഒരു പ്രസംഗം പ്രസംഗിക്കുകയാണ്. നാദാപുരത്തെങ്ങാനുമാണ് ആ പ്രസംഗം. നാദാപുരത്ത് ഒരു ഉള്ളോട്ടൊരു സ്ഥലത്താണ് ആ പ്രസംഗം. ആ പ്രസംഗത്തിൽ അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ സ്നേഹവും കോപവും എന്നാണ് വിഷയം. ആ വിഷയത്തെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അള്ളാന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അതിന്റെ ഭാഗമാണ് നബിതങ്ങളുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ആസാറുകളെയൊക്കെ നാം സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും എന്നാണ് അവിടെ പരാമർശ വിഷയം വരുന്നത്. അക്കൂട്ടത്തിൽ ഇപ്പോൾ നബിയുടെ പേരിൽ കേൾക്കുന്നതും നബിയുടെ പേരിൽ പറയപ്പെടുന്നതുമായ ആസാറുകൾക്കൊന്നും സെനദില്ല എന്ന ഈ വഹാബി, അതായത് ഇബ്നു തീമിയയുടെ നിലപാടിനെയും അതിനെ വെച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളുടെയും പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പരാമർശമാണ് ഇപ്പൊ എന്റെ പ്രസംഗത്തിൽ എനിക്കെന്നെ മറുപടി ഉണ്ട് എന്നും പറഞ്ഞിട്ട് എല്ലാ കാസറ്റുക്കും കയറ്റി എന്ന് പറഞ്ഞ ഭാഗം. അതിവിടെ ഒളിച്ചു വെച്ചൊന്നും അല്ല, ഇവിടെ വിതരണം ചെയ്തിരുന്ന കാസറ്റുകളല്ലേ. അതിലെന്താ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി എന്ന പേരിലോ ആസാർ എന്ന പേരിലോ ഏത് കാലത്ത് എന്താക്കിയാലും വിശ്വാസികൾ അതിനെ ആധികാരികമായി കണക്കിലെടുക്കുന്നത് എങ്ങനെയാ? അത് സെനത് നോക്കിയിട്ടും പരമ്പരാഗതമായി വെച്ചിട്ടുമാണ്, കണ്ണി മുറിയാതെ എന്നാ പറയുന്നത്. അതനുസരിച്ചാ സൂക്ഷിച്ചു വരുന്നത്. എല്ലായിടത്തും ലത്തീഫിയയിലും കാശ്മീരിലും ഒക്കെ അവിടെ പരാമർശമുണ്ട്. അങ്ങനെയുള്ള മുടികളൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ ആധികാരികമായോ അല്ലെങ്കിൽ സെനത് നോക്കാതെയോ ഞങ്ങൾ വലിഞ്ഞു കയറി കൊണ്ടുവരുന്ന മുടിയൊക്കെ എടുക്കുന്നതല്ല എന്ന് വഹാബികളോട് പറയുന്ന ഒരു ഭാഗം. ആ ഭാഗമാണ് അടർത്തിയെടുത്തിട്ട് ഈ മുടിയേറ്റ് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ പറയുന്നത്. കണ്ടോ, കണക്കിലെടുക്കണമെങ്കിൽ ഇങ്ങനെ വേണം, മറ്റേ ആക്കണമെങ്കിൽ ആക്കണം എന്ന് പറഞ്ഞിട്ട്. കോഴിക്കോട് പ്രസംഗത്തിലും പറഞ്ഞിരുന്നു, ആധികാരികമായിട്ട്